വചനമൊഴി ദനഹകാലം 8-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 15:22-26, ഏശയ്യ 44:23-28, എഫേസൂസ് 1:15-23, മർക്കോസിന്റെ സുവിശേഷം 1:7-11. നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായെ അനുസ്മരിക്കുന്ന ദനഹ തിരുനാളിൽ ആരംഭിച്ച ആരാധനക്രമകാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈശോയുടെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിച്ച ദനഹകാലം അവസാനിക്കുന്നതും ഈശോയുടെ മാമോദീസായെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗത്തോടെയാണ്. ഈശോയിലൂടെ പൂർത്തിയായ ദൈവിക മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലുകളായിരുന്നു ദനഹകാലത്തെ പ്രധാന ധ്യാന വിഷയം. മിശിഹായുടെ ദൈവത്വത്തിൻ്റെ സ്വർഗീയ സാക്ഷ്യമായിരുന്നു അവിടുത്തെ മാമോദീസായുടെ സമയത്ത് ശ്രവിച്ച സ്വരം. ഈശോയുടെ മാമോദീസായെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്നും ശ്രവിക്കുന്നത്. ദൈവമഹത്വത്തിൻ്റെ പ്രകാശനമാണ് ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ഫറവോയുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഇസ്രായേലിനെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളാൽ വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിക്കുന്ന കാര്യമാണ് നാം ശ്രവിക്കുന്നത്. മരുഭൂമിയിൽ അവർക്ക് ജലം ലഭിച്ചില്ല. ലഭിച്ച ജലമാകട്ടെ കൈപ്പേറിയതും. ആ ജലത്തെ മധുരിതമാക്കാൻ ദൈവം ഒരു തടികഷ്ണം നൽകി. കൈപ്പേറിയ ജലത്തെ മധുരിതമാക്കിയ തടികഷ്ണം സ്ലീവായുടെ പ്രതിരൂപമാണ്. മാറായിലെ ജലത്തെ തടികഷ്ണം മധുരിതമാക്കിയതുപോലെ ജോർദാനിലെ ജലത്തെ മിശിഹ വിശുദ്ധീകരിച്ചു. ജലത്താൽ നൽകിയിരുന്ന മാമോദീസ അരൂപിയുടെ ആവാസമുള്ളതാക്കി അവിടുന്ന് മാറ്റി. മാറായിൽ കർത്താവ് നൽകിയ നിയമം, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയും അവൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ മഹാമാരികളൊന്നും നിന്നെ ബാധിക്കുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. വിമോചകനും പരിപാലകനും സംരക്ഷകനും സൗഖ്യദാതാവുമായ കർത്താവിൻ്റെ മഹത്വമാണ് അവിടെ ദർശിച്ചത്. ഇസ്രായേലിൻ്റെ രക്ഷകനായ കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗം. ഇസ്രായേൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാതെയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കാതെയും ഇരുന്നതിനാൽ കർത്താവ് അവരെ അന്യജനതകളുടെ അടിമത്തത്തിന് വിട്ടിരിക്കുന്നു. ബാബിലോണിൻ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിന് ദൈവം നൽകുന്ന രക്ഷയുടെ പ്രഘോഷണമാണ് ഏശയ്യാ പ്രവാചകന്റെ വാക്കുകളിൽ നിന്നും ശ്രവിക്കുന്നത്. വിമോചനം നൽകുന്നതിന് ഇസ്രായേലിൻ്റെ ഇടയനായി സൈറസിനെ നിയോഗിക്കുകയും അവനിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. ആ കർത്താവിന് സ്തുതി പാടുവാനും കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാനുമാണ് ഏശയ്യാ പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള വചനഭാഗം പ്രഘോഷിക്കുന്നതും കർത്താവിൻ്റെ മഹത്വമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവത്തെ മഹത്വത്തിൻ്റെ പിതാവ് എന്നാണ് സ്ലീഹ പറയുന്നത്. അവിടുന്ന് ഈശോ മിശിഹായിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തി എല്ലാ നാമങ്ങളെയും കാൾ ഉപരിയായ നാമം കർത്താവ് അവന് നൽകി. മിശിഹായിലൂടെ ദൈവിക വെളിപാടെല്ലാം അതിന്റെ പൂർണ്ണതയിൽ നൽകി എന്ന കാര്യം പൗലോസ്ലീഹ എടുത്തു പറയുന്നു. എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയാണ് അവിടുന്ന്. കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈശോയുടെ മാമോദീസ വേളയിൽ നടക്കുന്നത്. സ്നാപക യോഹന്നാന്റെ വാക്കുകളിലും സ്വർഗത്തിൽ നിന്നുമുള്ള സാക്ഷ്യത്തിലും മിശിഹായുടെ മഹത്വമാണ് പ്രകീർത്തിക്കുന്നത്. സ്നാപക യോഹന്നാൻ പറയുന്നു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുകയും അത് വഹിക്കുകയും ചെയ്യുക എന്നത് അടിമയുടെ ജോലിയായിരുന്നു. ഈശോയുടെ മുൻപിൽ അടിമയുടെ ജോലി ചെയ്യുന്നതിന് പോലും താൻ യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്.
ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ ആകാശം പിളർന്നു. പരിശുദ്ധാരൂപി പ്രാവ് ഇറങ്ങി വരുന്നതുപോലെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് സ്വരം ശ്രവിച്ചു. മിശിഹായുടെ മാമോദീസായിൽ പ്രകാശിതമായ പ്രത്യേക ദൈവിക രഹസ്യമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. സ്വർഗം പിളർന്നു എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്കിറ്റ്സോ എന്ന ഗ്രീക്ക് പദമാണ്. ഈശോയുടെ മരണസമയത്ത് ദൈവാലയത്തിലെ തിരശ്ശീല പിളർന്നു എന്ന് പറയുവാനും ഇതേ ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിശിഹായുടെ കുരിശുമരണത്തിലൂടെയാണ് പാപം മൂലം മനുഷ്യകുലം നഷ്ടമാക്കിയ സ്വർഗം തുറക്കപ്പെട്ടത്. സ്വർഗം തുറന്നതിന്റെ അടയാളമായാണ് ദൈവാലയത്തിന്റെ തിരശ്ശീല മിശിഹായുടെ മരണസമയത്ത് പിളർക്കുന്ന കാര്യം വിശുദ്ധ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നത്. മിശിഹ സ്വീകരിച്ച യഥാർത്ഥ മാമോദീസ അവിടുത്തെ കുരിശുമരണമായിരുന്നു. മിശിഹായുടെ മഹത്വത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തപ്പെട്ടതും കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലുമായിരുന്നു. അവിടുത്തെ മരണവും ഉത്ഥാനവുമായിരുന്നു അവിടുന്ന് മുങ്ങുവാനിരുന്ന മാമോദീസ എന്ന് സുവിശേഷകൻ പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12:50. ഈശോയിൽ മാമോദീസ മുങ്ങുന്ന എല്ലാവരും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലുമാണ് പങ്കാളികളാകുന്നത് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. മാമോദീസായിലൂടെ ഓരോ വിശ്വാസിയും മിശിഹായുടെ മഹത്വത്തിൽ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. മിശിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക മഹത്വത്തിൽ പങ്കാളികളായി വിശ്വാസ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനമാണ് ദനഹക്കാലം നൽകുന്നത്. ദനഹക്കാലത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നതിനും മിശിഹാ രഹസ്യം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.